തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 ആഴ്ച പിന്നിട്ടിട്ടും മലപ്പുറം ജില്ലയിലെ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർക്ക് പ്രതിഫലം ലഭിച്ചില്ല. വിദ്യാർത്ഥികളടക്കമുള്ളവർക്കാണ് പണം ലഭിക്കാനുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പണം കൈമാറിയിട്ടില്ലെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് ദിവസവും തലേ ദിവസവുമാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരുടെ സേവനം പ്രയോജനപ്പെടുത്തിയത്. പോലീസ് സേനയിൽ ഉദ്യോഗസ്ഥർ കുറവായതിനാൽ NSS, NCC, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, വിമുക്ത ഭടന്മാർ, സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്നിവരെയാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരായി നിയമിച്ചിരുന്നത്. സാധാരണ തെരഞ്ഞെടുപ്പ് ദിവസം ജോലി അവസാനിക്കുമ്പോൾ പ്രതിഫലം നൽകാറുണ്ട്. ഇത്തവണ പ്രതിഫലത്തെക്കുറിച്ച് ഒരു അറിവുമില്ലെന്ന് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരായി സേവനം ചെയ്തവർ പറയുന്നു. ഇപ്പോൾ 2 ആഴ്ചയായി ഇതുവരെ ഫണ്ടൊന്നും കയറിയിട്ടില്ല. അക്കൗണ്ട് ത്രൂ വരുമെന്ന് പറഞ്ഞിട്ടുള്ളത്, പക്ഷേ ഇതുവരെ എത്തിയിട്ടില്ല. സാധാരണ നേരിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്, അവിടെ ഡ്യൂട്ടി കഴിയുമ്പോൾ തന്നെ അങ്ങനെ ചെയ്യലുണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ആകെ ഫീഡിങ് ഫീസ് പറഞ്ഞാൽ ഒരു 250 രൂപ കൈക്ക് തന്നു. ബാക്കിയുള്ള അക്കൗണ്ട് ത്രൂ വരുമെന്ന് പറഞ്ഞാൽ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ആദ്യം വാങ്ങിനു. പിന്നെ ഇതുവരെയായിട്ട് കയറിയിട്ടില്ല. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ആളാണ് ഈ SP ഡ്യൂട്ടിക്ക്. പക്ഷേ ഇത്ര കാലമായിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഇലക്ഷൻ കയ്യലോട് കൂടിയിട്ട് ആ വൈകുന്നേരത്തിന് മുന്നേ ഒപ്പിട്ട് കിട്ടാറുണ്ട്. പ്രാവശ്യം എന്തോ സംഭവിച്ചു നമുക്ക് അറിയണില്ല. നമ്മളെ ജോലിയും എല്ലാം മുടക്കിയിട്ടാണ് ഇതിന് വരല്. ഇത് കേന്ദ്രത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഫണ്ടാണ്. ഇത് എവിടെ എന്തോ പഴിച്ചു എന്ന് നമുക്കറിയാൻ സാധിച്ചിട്ടില്ല. ഒരു ദിവസം 1300 രൂപയാണ് പ്രതിഫലം. 2 ദിവസം ജോലി ചെയ്തവർക്ക് 2600 രൂപ നൽകണം. ഉച്ചഭക്ഷണത്തിനുള്ള 250 രൂപ മാത്രമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. മീഡിയ 1 മലപ്പുറം.